നമ്മുടെ വീടുകളിൽ വിട്ടുമാറാത്ത അലർജിയും തുമ്മലും ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പ്രോപ്പറായി ക്ലീൻ ചെയ്യാത്ത വാഷിംഗ് മെഷീനുകൾ. ഇന്ന് സർവ്വസാധാരണയായി എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു വീട്ടുപകരണമാണ് വാഷിംഗ് മെഷീനുകൾ. മുഷിഞ്ഞ തുണികൾ നാം കഴുകുമ്പോൾ അതിലുള്ള അഴുക്ക് വാഷിംഗ് മെഷീനുകളുടെ ഡ്രമ്മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. വീണ്ടും തുണികൾ കഴുകുമ്പോൾ ആ അഴുക്കുകളും അതുപോലെ സോപ്പും എല്ലാം കൂടി ചേർന്ന് ഒരു ബയോഫിലുമായി രൂപപ്പെടുന്നു. വീണ്ടും വീണ്ടും നമ്മൾ തുണികൾ കഴുകുമ്പോൾ അതിന്റെ നനവ് കാരണവും ഈ ബയോഫിലിം നമ്മുടെ തുണികളിലേക്ക് പറ്റിപ്പിടിക്കുന്നു. പിന്നീട് നാം തുണികൾ ഉണക്കി ധരിക്കുമ്പോൾ അത് നമുക്ക് സ്കിൻ ഡിസീസസ്, അലർജി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത വാഷിംഗ് മെഷീനുകൾ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും വാഷിംഗ് മെഷീനുകൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മെക്കാനിക്കിന്റെ ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെ നമുക്ക് വാഷിംഗ് മെഷീനുകൾ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അതിനായി ആദ്യമായി ഇലക്ട്രിക് കണക്ഷൻ്റെ പ്ലഗും അതുപോലെ വാട്ടറിൻ്റെ കണക്ഷനും നമ്മൾ ഓഫ് ചെയ്യുക. ആദ്യം നമ്മൾ ഇതിൽ ഒരു വാട്ടർ ഇൻലെറ്റ് വരുന്ന ഒരു പൈപ്പുണ്ട്. അതിൽ ഈ വേസ്റ്റും പൊടിയും ഒക്കെ അടഞ്ഞ് വെള്ളത്തിൻ്റെ ഫ്ലോ തടസ്സം ആക്കാറുണ്ട്. ആ ഒരു ഇൻലെറ്റ് നമ്മൾ തുറക്കുക. തുറന്നതിന് ശേഷം അത് ഊരിയെടുത്ത് അതിലൊരു നെറ്റ് പോലത്തെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഇൻലെറ്റ്. ഊരിയെടുക്കുകയാണ് ചെയ്തത്. ഇനി അതിൽ നമുക്ക് ഫിൽറ്റർ എവിടെയെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഫിൽറ്റർ. ഇതിൽ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതെടുത്ത് നമുക്ക് വിനെഗറും സോഡാപ്പൊടിയും കൂടെ ഉള്ള അത് ചേർന്ന് ഒരു മിക്സിൽ നന്നായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് എടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറക്കാം. ഇതിനുള്ളിൽ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഈ ഒരു ഫിൽറ്ററാണ് എടുക്കുന്നത്. ഈ ഒരു ഫിൽറ്ററിനകത്ത് നോക്കുമ്പോൾ നിറച്ച് അഴുക്ക് പിടിച്ചിരിക്കും. ഇതെല്ലാം നമ്മൾ കളഞ്ഞ് വിനെഗറും സോഡാപ്പൊടിയും ഉപയോഗിച്ചുള്ള അത് രണ്ടും കൂടെയുള്ള മിക്സിൽ ഇട്ട് കഴുകിയെടുക്കുക. ഇതാണ് വേറൊരു നെറ്റ് പോലത്തെ ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് എടുക്കണം. അതിനായി നമുക്കൊരു വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഉള്ളിലുള്ള ഈ ഒരു ബോട്ടം ഡിസ്ക് നമുക്ക് ഊരിയെടുക്കാം. അതിനായി നടുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ അടപ്പ് നമ്മൾ പൊക്കിയെടുക്കാം. അതിനായി ഇതിനുള്ളിലുള്ള ഒരു സ്ക്രൂ നമുക്ക് മാറ്റാം. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ സ്ക്രൂ ഊരിയെടുത്ത് നമുക്ക് അതിൻ്റെ ബോട്ടം ഡിസ്ക് നമുക്ക് മാറ്റാൻ ശ്രമിക്കാം. ഒരു രണ്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് ഹോളിൽ പിടിച്ച് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ഊരി എടുക്കണം. ഓക്കെ, ഇപ്പോൾ 2 സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മളിത് പൊക്കി എടുത്തു. ഇതിൽ നല്ല അഴുക്കുണ്ട്, കണ്ടോ? ഇതിൽ അഴുക്ക് പിടിച്ചിരിക്കുന്ന കണ്ടോ? അപ്പോൾ ഈ അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ട് കളഞ്ഞ് വാഷ് ചെയ്തെടുക്കാം. ഇനി ബാക്കി വാഷിംഗ് മെഷീനാണ് നമ്മൾ കഴുകാൻ പോകുന്നത്. ഓക്കെ, ഈ സാധനങ്ങളെല്ലാം നമ്മൾ വിനെഗറും സോഡാപ്പൊടിയും മിക്സ് ചെയ്ത ഒരു വെള്ളത്തിൽ നമ്മളിട്ട് വെക്കണം. കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഇനിയിപ്പം ആ മിക്സ് എടുത്ത് കുറച്ച് വാഷിംഗ് മെഷീനിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ നോർമലി ക്വിക്ക് വാഷ് ചെയ്യുന്നില്ലേ തുണികളൊക്കെ ഇട്ട്, അതുപോലെ നമുക്കിതിൽ ക്വിക്ക് വാഷ് ചെയ്ത് എടുക്കാം. 24 minutes ആണ് ഇതിൽ ടൈം. അതിനിടയ്ക്ക് നമുക്ക് സൈഡിലൊക്കെ ആ മിക്സ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെയൊക്കെ നല്ല ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ അടയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഓൺ ചെയ്ത് ക്വിക്ക് വാഷിലിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ബോട്ടം ഡിസ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സൈഡിലുള്ള ഫിൽറ്റർ, അത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്.
അതുപോലെ നെറ്റും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ വാഷിംഗ് മെഷീൻ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ബോട്ടം ഡിസ്ക് ഫിറ്റ് ചെയ്യാണ്. നേരെ അതുപോലെ വെറുതെ അങ്ങ് വെച്ചാൽ മതി, അതങ്ങ് ആയിക്കോളും. ഓക്കെ, എന്നിട്ട് നടുക്കത്തെ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്യാം. അതിലൊരു ഓറിംഗ് ഉണ്ട്. ഈ ഓറിംഗ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളം ലീക്കായി മെഷീൻ കേടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നല്ലവണ്ണം ടൈറ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൻ്റെ ലിഡ് വെച്ച് അടയ്ക്കുക. പിന്നെ നമ്മൾ സൈഡിൽ നെറ്റ് വെക്കുക. ഈ ഫിൽറ്ററും ഫിക്സ് ചെയ്യുക. വെറുതെ ഇങ്ങനെ വെച്ച് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഫിറ്റ് ആയിക്കോളും. ഓക്കെ, എല്ലാ പാർട്സും ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് തുടച്ച് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സിനായി അറിവ് ഷെയർ ചെയ്യുക. കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ടോപ്പിക് സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമൻ്റായി അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.